എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്തത്. പട്ടിയെ കിടത്തിയേക്ക് നോക്കിയേ, ഇവിടെ ഫുള്ള് പട്ടിയുടെ സ്മെല്ലായതുകൊണ്ട് ഞാൻ പുറത്തു പോയി കിടന്നു. ടെൻ്റ് അടിച്ച് അതെ ഇല്ല, ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് രാവിലെ സാന്താന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിട പറയാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മുടെ സാന്താന എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ ഹോസ്റ്റിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനിനി പോകുന്നത് സാൻ സാൽവഡോർ എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിലോട്ടാണ്. എൽ സാൽവഡോറിൻ്റെ ക്യാപിറ്റൽ സാൻ സാൽവഡോർ ആണ്, സാൽവഡോർ അല്ല, സാൻ സാൽവഡോർ ആണ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. രാവിലെ ബസ് എടുത്ത് എംബസിയിലൊക്കെ പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോഴാണ് നമ്മുടെ എംബസി കാര്യം ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞത്. കാരണം വെനിസ്വേലയുടെ എംബസിക്ക് വേണ്ടിയാണ് ഞാൻ പോകാനിരുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രസിഡൻറ്റ് നമ്മുടെ ബുക്കാവും, പുള്ളിക്കാരൻ ട്രംപിൻ്റെ വലിയ സുഹൃത്താണല്ലോ. എനിക്കൊന്ന് ട്രംപ് പറഞ്ഞാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് വെനിസ്വേലൻ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് മിണ്ടണ്ടെന്ന് പറഞ്ഞാണോ, അങ്ങനെ മിണ്ടാതിരുന്നു. അങ്ങനെ അവർ വലിയ പ്രശ്നമാണ് കുറച്ച് ആളായിട്ട്. അങ്ങനെ ഒരിക്കൽ അവരിവിടുന്ന് എംബസി എടുത്ത് കളഞ്ഞു കേട്ടോ. വെനിസ്വേലൻ എംബസിയെ ഈ എൽ സാൽവഡോർ ഗവൺമെൻറ് എടുത്ത് കളഞ്ഞു. കാരണം അവരുമായിട്ട് നല്ല ടേമല്ല, അമേരിക്കയും ടേമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റും ടേമല്ലല്ലോ. അപ്പോൾ ഈ എൽ സാൽവഡോറിലെ ബുക്കാവു എന്ന് പറയുന്ന ഈ ഒരു പ്രസിഡൻറ്റും അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപും ഭയങ്കര സുഹൃത്തുക്കളാണ്. ഭയങ്കര സുഹൃത്തുക്കളെന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ അടിമയെ പോലെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഭയങ്കര സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാൽ രണ്ടും വലിയ സ്ട്രോങ് ആയിട്ടുള്ള കൺട്രീസ് അല്ലല്ലോ. US സ്ട്രോങ് ആണ്, എൽ സാൽവഡോർ സ്ട്രോങ് ആയിട്ടുള്ള കൺട്രി അല്ല. അപ്പോൾ എന്നാലും US ആണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്, എൽ സാൽവഡോർ വീണ്ടും. അതുകൊണ്ടാണ് ഇവിടുത്തെ പല ആളുകൾക്കും ഇവിടുത്തെ പ്രസിഡന്റിനെ ഇഷ്ടമല്ല. ബട്ട് പുള്ളിക്കാരൻ 2 പ്രാവശ്യം അധികാരത്തിൽ വന്നതിൻ്റെ കാരണം പുള്ളി ചെയ്ത നല്ല മാറ്റങ്ങൾ തന്നെയാണ്. പുള്ളി ഇവിടെ വന്നിട്ട് ക്രൈം റേറ്റൊക്കെ വളരെ കുറച്ച്. ഇപ്പോൾ ആളുകൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാം, സമാധാനമായിട്ട് രാത്രി ഏത് പാതിരാത്രി എവിടെ വേണോ നടക്കാം, ഒരു ഗ്യാങ്ങും തട്ടിക്കൊണ്ടുപോകില്ല. ഇവിടെ ഒരു ചേച്ചി ഫുള്ള് നമ്മുടെ പഴമാണ് കേട്ടോ, പഴം വിറ്റുകൊണ്ടിരിക്കുവാണ്. അല്ല കോമസ്റ്റാസ്. അപ്പോൾ ഞാൻ നമ്മുടെ ഹൈവേ എത്താറായി. ഇനി വേണം എനിക്ക് ഹിച്ചേക്ക് ചെയ്യാനായിട്ട്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ്. 25 സെൻറ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഒരു 25-30 രൂപയുടെ അകത്താണ് കേട്ടോ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ കോസ്റ്റ്. അത്യാവശ്യം ചീപ്പായിട്ടുള്ള ട്രാവലാണ് എൽ സാൽവഡോറിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഇവിടെയുള്ള റോഡുകളൊക്കെ നമ്മുടെ ഗോട്ടമലേക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല ഇതാണ് കേട്ടോ. ഇവിടെ സൈക്കിൾ ഓട്ടിക്കാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് പാത്ത്. ഞാൻ കാണുന്നത് നമ്മുടെ യമഹയുടെ മോട്ടോർ ബൈക്കിൻ്റെ ഷോറൂമാണ്. ബൈക്ക് എല്ലായിടത്തും ബൈക്കാണ്. അങ്ങനെ അവസാനം എനിക്ക് നല്ല വിശപ്പ്. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നതാണ്. ഇവരുടെ പപ്പൂസ ഇല്ല, അതിന് പകരം എന്തോ ബ്രെഡിൽ എന്തോ സാധനമാണ്. ഞാൻ പറഞ്ഞു പോർക്കില്ലാതെ ചിക്കൻ വെച്ചിട്ട് തരാൻ പറഞ്ഞു. എന്തൊക്കെയാണ് അവർ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഒരു 100 രൂപയ്ക്ക് ഒരു ബ്രെഡിൻ്റെ അകത്ത് കുറച്ച് ചിക്കനും എന്തോ സോസും വെച്ചിട്ട് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. വലിയ രസമൊന്നുമില്ല. കഴിച്ചു നോക്കട്ടെ. അയ്യോ നല്ല വിശപ്പ് കേട്ടോ. കുഴപ്പമില്ല. പാങ്കോ എന്ന് പറഞ്ഞ ബ്രെഡ് അല്ലേ? ചില്ലി. ഓക്കെ muchas gracias. കൊള്ളാം കേട്ടോ. Pane el calopi. Okay. Aquí te esperamos con especialidades especiales. Okay. എന്തോ പറഞ്ഞു ഒന്നും മനസ്സിലായി. എനിക്കൊന്നും ഇവരുടെ കടയെ കുറിച്ചാണ്. ഓക്കെ, muchas gracias. Bye. Adios. Nos vamos. അപ്പോൾ ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നു. Let's go. പവർ ആവട്ടെ. ആ ഫുഡ് കഴിച്ചപ്പോൾ ഒരു പവർ കയറി. ഇതാണ് നമ്മുടെ മെട്രോ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു അത്യാവശ്യം വലിയൊരു മാളാണ്. സിനിപോളിസ് എന്ന് പറയുന്ന മൂവിയുടെ കമ്പനിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, തിയേറ്റർ കമ്പനി. എക്സ്ക്യൂസ് മീ, സാൻ സാൽവഡോർ ബസ്. ഞാൻ നല്ല ടയേർഡാണ് കേട്ടോ. ഈ ലിഫ്റ്റ് അടിക്കാൻ ഒട്ടും വയ്യ. അതുകൊണ്ട് ഞാൻ അവസാനം ബസ് എടുത്തു. ബട്ട് ബസ്സിൽ ഒരു സീറ്റും ഇല്ല കേട്ടോ. ഇവിടെ ബസ് ഫുള്ള് സീറ്റില്ല. അപ്പോൾ കുറച്ച് സീറ്റുകൾ പെൻഡിങ് ആയിട്ടുണ്ട്.
ഏകദേശം 40-45 കിലോമീറ്റർ ഉണ്ട്. ഈ 40-45 കിലോമീറ്റർ ഈ ബസ്സിൽ പോകാനായിട്ട് നമ്മുടെ നാട്ടിലെ $1. $1 എന്ന് പറയുമ്പോൾ 94-95 രൂപ, $1.5 ചിലപ്പോൾ $150 അടുപ്പിച്ച് വരും. അപ്പോൾ ലിഫ്റ്റ് അടിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ ഒരു എനർജി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. രാവിലെ കുളിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു. ഞാൻ സാൻ സാൽവഡോറിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ നോക്കട്ടെ. ബസ്സിൽ ഒരേ സമയം പല സ്റ്റോപ്പിൽ നിന്ന് പല ആളുകൾ കയറിയിട്ട് പല സാധനങ്ങളായിട്ട് വിൽക്കുന്നുണ്ട്. ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ. ഇവിടെ കണ്ടില്ലേ, ഈ വയർ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇവിടെ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇത് പുള്ളിക്കാരൻ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ആൾക്കാരുകളൊന്ന് വിളിച്ച് പോവുക. ഈ കാണുന്ന വയർ നമ്മുടെ നാട്ടിൽ പണ്ടുള്ള സിസ്റ്റം ഉണ്ടല്ലോ, ആ വയറടിച്ച ബെല്ലാക്കും കേട്ടോ, അങ്ങനത്തെ എന്തോ ഇതാണ്. ഇവിടെ ഓരോ ബസ് സ്റ്റോപ്പുകൾ നിർത്തുമ്പോഴും കണ്ടില്ലേ, പുറത്ത് വിൽക്കാൻ വേണ്ടി ഓരോ ആളുകൾ നടക്കുവാണ്. ഇതാണ് കേട്ടോ എൻ്റെ ബസ്സിലെ ഫ്രണ്ട്. ബ്രയൻ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കും. ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ആളുകൾ കയറും കേട്ടോ. ബസ്സിൽ എത്ര പേര് കയറിയെന്ന് ചെക്ക് ചെയ്യാനായിട്ട്, ടിക്കറ്റ് എടുക്കാതെ ആരെങ്കിലും പോകണമെന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള സാൻ സാൽവഡോറിൽ കാലുകുത്തിയിരിക്കുകയാണ്. സാൻ സാൽവഡോർ ആക്ച്വലി അത്യാവശ്യം നല്ല ട്രാഫിക്കാണല്ലോ. ഞാൻ ഫസ്റ്റ് പോകുന്നത് എംബസിയിലോട്ടാണ്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഒരു ടോപ്പ് ഏരിയകളാണ് കേട്ടോ. പ്രധാനമായിട്ടും നമ്മുടെ എംബസികള്, കുറേ ഒഫീഷ്യലായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല മനോഹരമാണ്. ഈ ചേട്ടന്മാരൊക്കെ ട്രാഫിക് സിഗ്നലിൻ്റെ സമയത്ത് കാറ് കഴുകാൻ വേണ്ടി നിൽക്കുന്ന ചേട്ടന്മാരാണ്. നല്ല വെയിൽ. ഇവിടെ ആയിട്ട് നമ്മുടെ ഹാർട്ട് ഗാലറി എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇടയ്ക്കൊക്കെ പലയിടത്തും ട്രാഷ് സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുമെങ്കിലും ആ കാണുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഉറുഗ്വേയുടെ എംബസിയിൽ വന്നതാണ്. എംബസി എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല, മാപ്പിലില്ല കേട്ടോ. ഞാൻ ഡബിൾ ചെക്കൊക്കെ ചെയ്തിട്ടാണ്. ഇവിടെ സാധനം ഇല്ല, വന്നപ്പോൾ കെട്ടിരിക്കുകയാണ്. ഞാൻ ഇത്ര നേരം ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ എംബസിയിൽ, ഉറുഗ്വേയുടെ എംബസി വേറെ എവിടെയാണ്, അത് കണ്ടുപിടിച്ച് വന്നു. അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വരാനായിട്ട്. 3 മണിക്കൂർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നതാണ് വീണ്ടും എംബസിയിൽ. ഞാൻ ചില സമയങ്ങളിൽ എൻ്റെ യാത്രയിൽ ഞാനങ്ങനെ അധികം പുറത്ത് കാണിക്കാറില്ല. ചില സമയത്ത് നല്ല എക്സ്പെൻസീവായിട്ടുള്ള കുറേ ജങ്ക് ഫുഡുകൾ പോയി കഴിക്കാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ പോയി കഴിച്ച ജങ്ക് ഫുഡാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാത്തത്. ഞാൻ പൊതുവേ ജങ്ക് ഫുഡ് കഴിക്കുന്നതൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് അങ്ങനെ ഒഴിവാക്കാറുണ്ട്. കാരണം അതെനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ചില സമയത്ത് എനിക്ക് അത് കഴിച്ചാൽ മാത്രമേ ആ ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ കഴിക്കുന്നത്. ഇപ്പം ഞാൻ ഭയങ്കര മെൻ്റലി ടയേർഡായിരുന്നു. വിസയ്ക്ക് ഇവിടെ വന്നിട്ട് കുറേ നേരമായി. അങ്ങനെ ജങ്ക് ഫുഡ് കഴിച്ചപ്പോൾ ഒരു എനർജി കിട്ടി. അങ്ങനെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു അംബാസിഡർ, ഒരു ആൻറ്റി, പുള്ളിക്കാരി വന്നു എൻ്റെ അടുത്ത് വന്ന് ഷേക്കൻ്റെ ഒക്കെ തന്നു കേട്ടോ. ആദ്യമായിട്ടാണ് കുറേ നാൾക്ക് ശേഷം ഒരു അംബാസിഡറിൻ്റെ കൈ കൊണ്ട് ഷേക്കൻ്റെ ഒക്കെ വാങ്ങുന്നത്. കാരണം പൊതുവെ അംബാസിഡറിൻ്റെ കൈ പോയാൽ ഒരു കോൺസുലറിൻ്റെ അടുത്ത് പോലും എത്തൂല, റിസപ്ഷനിലുള്ള ആളുകളാണ് പ്രതികരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി ഇവർ കുറേ എന്നെ നേരം വെയിറ്റ് ഒക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ. ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണെന്ന് തോന്നുന്നു, എന്തുകൊണ്ടെന്ന് അറിയില്ല. എന്നിട്ട് മഹിൻ എന്തുകൊണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ യാത്രയെക്കുറിച്ച് ചോദിച്ച് കുറേ ഡീറ്റെയിൽസ് ഒക്കെ അയക്കാൻ പറഞ്ഞു. ചിലപ്പോൾ 2-3 മാസം എടുക്കുമായിരിക്കും. അപ്പോൾ ഉറുഗ്വേ പോകാൻ ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും രാജ്യത്തെ എംബസിയിൽ പോയിട്ട് വിസ കളക്ട് ചെയ്യാം, അതാണ് പ്ലാന്. ഇത് വീടാണ് കേട്ടോ, ഏതോ ഒരു പണക്കാരൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇവിടെ ധാരാളം പണമുള്ള ആളുകളുണ്ട്. പിന്നെ കുറേ എന്ന് പറയുമ്പോൾ ഗ്യാങ്ങിന്റെ ടീമൊക്കെ ഉണ്ടല്ലോ. പണ്ടെന്ന് പറയുമ്പം ഇവിടെ സിവിൽ വാർ ഉണ്ടായിരുന്നു. സിവിൽ വാറിന് ശേഷം സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഉള്ള പണക്കാരെ എല്ലാം അടിച്ചോട്ടിക്കാനൊക്കെ ആയിരുന്നു. അവർക്കെതിരെ ആയിരുന്നു ഇവിടുത്തെ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ലെഫ്റ്റിന്റെ നേതൃത്വത്തിൽ, ലെഫ്റ്റ് സംഘടനയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് അപ്പോഴാണ് പൊട്ടി മുളച്ചെന്ന് പറയാം. അങ്ങനെ സിവിൽ വാർ ഉണ്ടാക്കിയപ്പോൾ ഇവിടെയുള്ള പണക്കാർ, ഇങ്ങനത്തെ ഗ്യാങ്, കുറേ ടീംസ് എല്ലാം
അമേരിക്കയിൽ പോയി. അമേരിക്ക എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോയിട്ട് അവരവിടുത്തെ വലിയ ഗ്യാങ്ങുകളും അവിടുത്തെ വലിയ സംഭവങ്ങളായി മാറി. പിന്നീട് ഒരിക്കലും 1990 ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു നിയമം ഉണ്ടായപ്പോൾ അവിടുത്തെ ഉള്ള ഗ്യാങ്സിനെയും എല്ലാവരെയും അവർ തിരിച്ചിങ്ങോട്ട് അവരുടെ നാടായിട്ടുള്ള എൽ സാൽവഡോറിൽ അയച്ചു. അപ്പൊ ഇവിടുത്തെ ആളുകൾ എന്താ വിചാരിച്ചേ, നോർമൽ ആയിട്ടുള്ള നമ്മുടെ എമിഗ്രൻസ് വരുന്നു. ബട്ട് അവരിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവര് USA അറിയിക്കാതെ അയച്ചതെല്ലാം വലിയ ഗ്യാങ് മെമ്പേഴ്സിനെയൊക്കെ ആയിരുന്നു. അപ്പൊ അവരിവിടെ വന്നിട്ട് പിന്നെ ഗ്യാങ് ആയി വലിയതായി. പിന്നെ കുറെ വർഷത്തോളം ഗ്യാങ്ങും നരഹത്യയും, ഇവിടുത്തെ ഇൻഡെക്സ് പരിശോധിച്ചാൽ ഇവിടുത്തെ നരഹത്യയുടെ ക്രൈം റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ പിന്നീട് ഇപ്പം ഈ പുതിയ ആള് മക്കൂവിയ പുള്ളിക്കാരൻ്റെ ബുക്കാവോ വന്നിട്ട് അടിച്ചൊതുക്കി. 2019 ബുക്കാവോ എന്ന് പറയുന്ന പ്രസിഡന്റ് ഇവിടെ അധികാരത്തിലേറുന്നത്. മുമ്പ് 2 പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിക്കുന്നത്. ബട്ട് ബുക്കാവ് വന്നപ്പോൾ പിന്നെ ബുക്കാവു ആയി ഇപ്പൊ കൺട്രോൾ. മറ്റു 2 പാർട്ടികൾക്കും കിട്ടുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് 2019 വന്നു. 2024 രണ്ടാമത്തെ ഇലക്ഷനിലും പുള്ളിക്കാരൻ തന്നെ ജയിച്ച് അധികാരത്തിലേറി. ഇനി നെക്സ്റ്റ് ഇലക്ഷൻ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ്റെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. പുള്ളിക്കാരൻ ഒരു അമേരിക്കയുടെ അടിമയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ട്രംപിന്റെ ഒരു ശിശിര പോലെയാണ്. അല്ലാത്ത രീതിയിലൊക്കെ പുള്ളിക്കാരൻ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. കൺട്രി കൂടുതൽ സേഫ് ആവുന്നുണ്ട്. എന്നാലും കറപ്ഷൻ കുറച്ചുണ്ട്. ഞാൻ ഇതൊക്കെ ഒരു ഗല്ലി നൈബർഹുഡിലൂടെയാണ് കേട്ടോ നടക്കുന്നത്. ഞാൻ എൻ്റെ ഹോസ്റ്റിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഒരു 5.5 കിലോമീറ്റർ ഞാൻ വയ്യ വിചാരിച്ചു ഇതുപോലുള്ള ഗല്ലി ഏരിയ കൂടെയൊക്കെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് എൽ സാൽവഡോറിലെ നമ്മുടെ നഗരഹൃദയ ഭാഗത്തെ ചെറിയ ഇവിടുത്തെ ഗല്ലി ഏരിയകളാണ് കേട്ടോ. നല്ല കളർഫുൾ പെയിൻ്റ് അടിച്ച വീടുകൾ, എല്ലാ വീട്ടിൻ്റെ മുറ്റത്തും ബൈക്കുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഹലോ, ആൻറ്റി എന്നെ ശ്രദ്ധിച്ചില്ല. ഹലോ, റിപ്ലൈ ഒന്നും. ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടല്ലോ. പൊതുവെ ഇലക്ട്രിക് സ്കൂട്ടറുകളൊന്നും അങ്ങനെ കാണാനായിട്ട് സാധിച്ചില്ല. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മുടെ സാഫലിംഗ് കോംപ്ലക്സിൻ്റെ അവിടെയുള്ള വീടുകൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കളർഫുൾ പെയിൻ്റൊക്കെ അടിച്ച് മനോഹരമായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഏരിയ. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലങ്ങൾ. ഹലാ ഹലാ ഹലാ. ചില സ്ഥലമൊക്കെ ഫുള്ള് പട്ടി കേട്ടോ. എന്നെ ഒരു കൂട്ടം പട്ടി വളഞ്ഞു. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ. Sí, cuando aquí en Salvador bromeamos. Sí, en broma. Broma. Ajá. Para reírnos. Para reírnos. ¿Para reírnos? Sí. No sé. Ajá. Sí. Sí. Yes, puedo visitar tu casa para hacer un video. Quiero ver la vida de la gente aquí. Cambio. Soy de India. Tú andas haciendo videos. Yeah, TikTok, Okay. YouTube. Yo pensé que ibas a buscar una. Me start United States, then Mexico, Belize, then Guatemala, El Salvador. y El Salvador. Después vas a ir para Honduras. After Honduras, Nicaragua, Costa Rica, Panama, Colombia, Uruguay, todos. Vas a nivel centroamericano. Centroamérica, Suramérica, todos. Yes. Hola, mamá. Hola. ഇവിടുത്തെ ഏറ്റവും നല്ല വാട നിറഞ്ഞ ഒരു ഏരിയ. കത്തി കടിക്കല്ലേ. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു കുറച്ച് സ്ട്രീറ്റ് ഫുഡ് കേട്ടോ. Hola. Buenas tardes. ¿Dónde viene? ¿Ah? ¿Dónde viene? Soy de India. A la India. India. Viajando. Viajando. Todos América. Viajando. ¿Cuánto tiempo tiene andar viajando? എത്ര നാൾ ട്രാവൽ ചെയ്യുന്നതാണ്? ¿Cuándo? ¿Años? ¿Cuántos años? Años. Años ya. 8 años viajando por el mundo. Aquí todos América. Unido States, México, Belice, Guatemala, aquí El Salvador. Primer día San Salvador. Primer día. After Honduras, Nicaragua, todos América. Y aquí, a otro punto que va. Lo más que tenga, tiene unos 20 años. ¿Más que tenga? Cuídense. Cuídese. Cuídense. Ok, muchas gracias. Cuídense.
ഇവരുടെ നമ്മുടെ നാട്ടിലെ കണ്ണൂരിലൊക്കെ ഉള്ള സാധനമില്ലേ, അതാണല്ലോ പഴം വെച്ചിട്ടുണ്ടാക്കുന്ന മിസ്മോസ്. ഇന്ത്യ mi casa mismos. Lo mismo. lo mismo. നമ്മുടെ നാട്ടിലുള്ള ആ സെയിം സാധനം കേട്ടോ. ഇതിനെ കാബജി എന്തോ പറയുമല്ലോ, കായ്പോളയാണ് കേട്ടോ. കായ്പോള ഞാനിവിടെ എൽസാവഡോറിൽ കണ്ടെത്തി. Mañana me voy con usted a vacilar. Él va a ir con él. ¿Tú? Ok. Bienvenido. Camino. But caminar. Por caminar. Post caminar. Ok. No problema. എന്റെ സ്പാനിഷ് ആക്ച്വലി ഞാൻ ഇവരുടെ അടുത്ത് കുറെ നേരം സ്പാനിഷ് ആയിട്ടാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ മിഗോ ആൻഡ് mucho gusto, mucho gracias. Cuídese. Nos vamos. Cuídese. Okay. Bendición. Okay, gracias. എൻ്റെ അടുത്ത് അവരതൊക്കെ ഓഫർ ചെയ്ത കേട്ടോ എനിക്ക് ആ സംഭവമൊക്കെ. പക്ഷെ ഞാൻ ഓൾറെഡി ഭക്ഷണം കഴിച്ചു, വയറ് നിറഞ്ഞിരിക്കുക. ഒരു പട്ടി കാണുമ്പോൾ മറ്റേ പട്ടിക്കുള്ള കുഴപ്പമുണ്ടോ? ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു നൈബർഹുഡ് ഏരിയ. നല്ല രസമുണ്ട്. ആളുകളെല്ലാം നല്ല ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ആളുകൾ. ചെറിയ ചെറിയ വീടുകൾ. ഇവിടെയും എന്തോ വിൽക്കുവാണ് കേട്ടോ. ഓ നമ്മുടെ വാഴയ്ക്കപ്പാണല്ലോ. നമ്മുടെ നാട്ടിലെ വാഴയ്ക്കപ്പം പൊഴിക്കുന്നതാണ്. പക്ഷെ വാഴയ്ക്കപ്പത്തിന് ഇവര് മാവിടൂല കേട്ടോ. വെറുതെ പഴം ഇങ്ങനെ പൊഴിച്ച് വെറുതെ വെട്ടിയിട്ട് ഏത്തമ്പഴയിട്ട് പൊഴിക്കും. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബ്രെഡിന്റെ ഫാക്ടറി ആണെന്ന് തോന്നുന്നു. ഹോല കൊമസ്താസ് പോയാ ഫ്രണ്ട്സേ. ഇതിനെ ബ്രെഡിനെ എന്തോ പറയുന്നത്? നോംബ്രേ പാബ്ല larguito panga larguito panga. ഓക്കെ ഗ്രാസിയാസ്. പാങ്ക എന്നാണ് കേട്ടോ പറയുന്നത്. ബ്രെഡിനെ പാങ്ക എന്നാണ് പറയുന്നത്. എനിക്ക് മറന്നുപോയി. And to put like Design. print and style on the shirt, right? Yeah. Okay, si quiere imprimir. But they say no. O sea, es que estos son para que le haga personalizado. Para que le pueda. ഞാൻ നമ്മുടെ ടീഷർട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ടീഷർട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നോക്കുവാണ് കടകൾ നോക്കി. ഇതാണ് എൻ്റെ മോഡൽ. Sí, poner el diseño que ഇവിടെ കണ്ടില്ലേ വഴിയിൽ നിന്ന് ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നു, കൊച്ചു പിള്ളേർ. ഹലോ ബോനാസ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി. ഇവിടെ ഇവരുടെ സ്ട്രീറ്റ് ഭക്ഷണങ്ങൾ ഈ കാണുന്ന എല്ലാം നല്ല കാമായിട്ടുള്ള ഏരിയ കേട്ടോ. അധികം പോർഷ് ലൈഫ് അല്ലാത്തൊരു നോർമൽ ഇവിടെ എൽസാൽവഡിയോറൻ ലൈഫ് കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ. എന്തോരം പ്രാവളാന്ന് നോക്കിക്കേ. ഞാൻ വന്നപ്പോൾ എല്ലാം പറഞ്ഞു കേട്ടോ. ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുവാണ്. പക്ഷെ പുള്ളിക്കാരിക്ക് വർക്കുണ്ട് കേട്ടോ. പുള്ളിക്കാരി കുറച്ച് നേരം തീരുള്ളൂ. പുള്ളിക്കാരി ഒരു പലസ്തീൻ ആക്ടിവിസ്റ്റൊക്കെയാണ്. അയ്യോ എൻ്റെ ചന്തി വേദന എടുക്കുന്നു. ഇവിടെ ഞാൻ ഈ ഒരു വർക്ക്ഷോപ്പിൽ വൈഫൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുവാണ്. സോ ഫൈനലി കഴിഞ്ഞ ദിവസം എൻ്റെ ഹോസ്റ്റിൻ്റെ കൂടെ വന്നു. ഹോസ്റ്റിൻ്റെ കൂടെ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം നമ്മൾ രാവിലെ വൈകുന്നേരം മുതൽ രാത്രി വരെ സംസാരമായിരുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. കുറേ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. പിന്നെ പുള്ളിക്കാരി എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡിന്നർ ഉണ്ടാക്കി തന്നു കേട്ടോ. എന്തൊക്കെയായിരുന്നു ഇന്നലെ ഡിന്നറിന്, എന്തൊക്കെയുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഡിന്നറിന്. അപ്പോൾ ഡിന്നർ കഴിച്ചു, രാവിലെ ആയി. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് പുതിയ വിസയ്ക്ക് വേണ്ടി ഓടണം. പുതിയതല്ല, പെനിസുലം വിസയ്ക്ക് ഞാൻ അടുത്ത രാജ്യത്ത് ഓടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വേറെ സിറ്റിയിലോട്ട് പോവാണ്. ആ സിറ്റി കഴിഞ്ഞിട്ട് ഹോണ്ട്രാസ് എന്ന് പറയുന്ന രാജ്യത്തോട്ടൊക്കെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബെഡിൽ, നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബെഡിൽ എൻ്റെ ഹോസ്റ്റലിൻ്റെ വീട്ടിലാണ്. ഹോസ്റ്റലിനെ പരിചയപ്പെടുത്തി തരാം. അതിന് മുന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മുടെ ഒരു ഓംപ്ലേറ്റ്, കുറച്ച് ഇതൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ അച്ചാർ പോലത്തെ സാധനം. അത് എന്തോ ഒരു സാധനം, മാങ്ങയല്ല ഈ കാണുന്നത്. മാങ്ങയാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ മാങ്ങയല്ല. പിന്നെ കുറച്ച് വെജീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു അച്ചാറാണ്. ഹലോ മരിസ. ഹലോ. Hola, ¿cómo están? Bien, ¿tú cómo estás? Muy bien, muy contenta de tenerte aquí en casa. Bienvenido a El Salvador. Gracias, you can talk in some English. Yes, sorry. Welcome to the house. Happy to host you here in El Salvador. I hope you really enjoy El Salvador and I hope you like the food. We have more food than pupusas, so I hope you get to try some more. Okay. So how was your experience? Okay, she been to India like twice, and പുള്ളിക്കാരി ഇന്ത്യയിൽ 2 പ്രാവശ്യം യാത്ര ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. How was your experience in India? I love India.
You love India. I love India. I love the food. I love the cultures. Okay. The people. Everything. You can go to the mountains. I love chai. I love everything. I want to go back to India, but I need to go visit Kerala. Where are you from? Yeah, you should. It's a very important thing. Yes. ഞാൻ ആക്ച്വലി ഇന്നലോട്ട് കേരളം ഇവർക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. കേരളത്തിൽ അവരുടെ ഒരു സുഹൃത്ത് പോയിട്ടുണ്ട്. അല്ലാതെ കേരളത്തിനെ കുറിച്ച് ഇത്രയും ഡൈവേഴ്സ് ഒന്നും ആയിട്ട് അറിയില്ലായിരുന്നു. ബട്ട് ഞാൻ കുറേയൊക്കെ പറഞ്ഞു കൊടുത്തു. It was so pleasure staying with you. Thank you. You should come to Kerala again to eat our different types of breakfast. I look forward to do that. Yeah. Yep. So, Come provecho. visit us. Provecho. പ്രൊവച്ചോ. ആൻഡ് ഈ കാണുന്നതാണ് കേട്ടോ പുള്ളിക്കാരിയുടെ വീട്. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള വീട്. ഇവിടെ നമ്മുടെ ലൂണ ഉണ്ട്. ലൂണ Luna, who woke you up this morning? ലൂണ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ റൂം അടച്ചിട്ട് കിടന്നു. പക്ഷെ അത് ടൈറ്റ് അല്ലായിരുന്നു. ഈ പട്ടിയാണെങ്കിൽ എന്റെ റൂമിൽ വന്നിട്ട് എല്ലാം നക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ അറിഞ്ഞില്ല. ഒരു ടൈമിൽ ഞാനും എണീറ്റപ്പോ എനിക്കറിഞ്ഞൂടെ ഞാൻ എവിടെയാണ്, ഇത് ഏത് പട്ടിയാണ്, ഉറക്കത്തില്ലല്ലേ. ഞാൻ കിടന്ന് വിളിക്കുക കേട്ടോ, കിടന്ന് വിളിക്കുക. അപ്പം പുള്ളിക്കാരി വിചാരിക്കുക ഞാൻ റൂമിൽ കിടന്ന് പാട്ട് പാടുവാണെന്ന് കേട്ടോ. പാതിരാത്രി മിഡ്നൈറ്റിലാണ് ഇത്. 30 സെക്കൻഡോളം ഏകദേശം എന്നെ പേടിപ്പിച്ച് 30 സെക്കൻഡ് എല്ലാം ഇത് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് എനിക്ക് ബോധം വേണം, ഇത് ലൂണയാണ്, ഇത് ഇവിടത്തെ പട്ടിയാണ്, കുഴപ്പമില്ല, കടിക്കില്ല. എന്തെങ്കിലും നക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ പട്ടിയുടെ മുഖത്ത് ഇങ്ങനെ മറയ്ക്കുന്നു. അപ്പൊ വീണ്ടും വന്നോ ഞാൻ കിടന്ന് വിളിക്കുമായിരുന്നു കേട്ടോ രാത്രി. പക്ഷെ പുള്ളിക്കാരി അറിഞ്ഞത് I was screaming, you know, like a hell. And I thought you were praying. I was okay. പുള്ളിക്കാരി ചോദിക്കലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. Nice. Or singing. So, നമ്മള് She loves you. I'm so happy to have you here. ഗ്രാസിയാസ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ജർമ്മൻ ഷെപ്പിയാർഡാണ് കേട്ടോ. നല്ല പട്ടി, നല്ല അടിപൊളി പാവം. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന നമുക്ക് സിറ്റിയുടെ വ്യൂ ആണ് കാണിക്കുക കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ ക്യാപിറ്റലിലെ നമ്മുടെ ഡൗൺ ടൗൺ ബിൽഡിംഗ് ആളാണ് ആ കാണുന്നത്. അവിടെ ഒരു പള്ളി കാണാൻ സാധിക്കും. ഫുള്ള് കാറ്റാണ് കേട്ടോ. ഇവിടെ ഫുള്ള് മൗണ്ടൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു ക്യാപിറ്റലാണ്. ഫുള്ള് കാറ്റ്. ഇത്രയും നേരമായിട്ട് ഞാൻ തുറക്കട്ടെ. രാവിലെ ആയിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. രാവിലെ ആയിട്ട് ആക്ച്വലി ഞാൻ പുറത്തോട്ടൊന്നും പോയിട്ടില്ല. ഇത്രയും നേരം വീട്ടിൽ തന്നെയായിരുന്നു. ഇത് നമ്മുടെ ഒരു ഗവൺമെൻറ് ക്വാർട്ടേഴ്സൊക്കെ പോലുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. ഇവിടുത്തെ വൺ ഓഫ് ദ പഴയ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയമാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷെ നല്ലൊരു സ്ഥലം. കാറ്റ് നോക്കി ഇവിടെ ഇന്നലെ തൊട്ട് നല്ല കാറ്റ്. ഞാൻ ഇന്ന് ഈ സിറ്റി വിടേണ്ടതാണ്. ഇന്ന് ഞാൻ സിറ്റി സെൻറ്റർ പോവേണ്ടതാണ്. ബട്ട് ഒന്നും നടന്നില്ല. ഈ കാണുന്നതൊക്കെ നമ്മുടെ നാട്ടിലെ ആ ഒരു സിമിലർ ആയിട്ടുള്ള പ്ലാന്റ്. മനസ്സിലായോ? അപ്പം ഞാനിപ്പോൾ പുറത്തോട്ട് പോയിട്ട് ഒന്ന് നടന്നിട്ട്, ഞാൻ നേരത്തെ നമ്മുടെ കണ്ണൂരിലൊക്കെ ഉള്ള മറ്റേ കടിയില്ലേ, ആ കടിയുടെ സ്ഥലത്ത് പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പുള്ളിക്കാരി ഇവിടെ നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് വൈകിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നിന്ന് ജസ്റ്റ് ഒന്ന് വൈകുന്നേരം വരെ റൂമിൽ ഫോണും വെച്ച് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാനിനി കുറച്ച് ലൈറ്റ് കിട്ടാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇവിടുത്തെ വഴിയോരങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിലെ മറ്റേ ഇതുണ്ടല്ലോ, ഇത് ധാരാളം എനിക്ക് ഇവിടെ വഴിയോരങ്ങളിലെല്ലാം കാണാൻ സാധിച്ചു. ഇതിൻ്റെ മരങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ മുഴുവൻ. കറക്റ്റ് നമ്മുടെ നാട്. ഞാനിവിടെ വഴി നടന്നു വന്നപ്പോൾ ഇന്നൊരു പുതിയൊരു സ്ഥലം കണ്ടു കേട്ടോ. പപ്പുസെറിയ ഇവരുടെ നോർമൽ ഭക്ഷണമാണ്. പപ്പുസെറിയ ജെറുസലേം. അതിലൊരു നമ്മുടെ ഒരു സ്റ്റാറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഏത്തമ്പഴം, നമ്മുടെ അവക്കാടോ നമ്മുടെ നാട്ടിൽ ഇല്ല, അപ്പം നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല. ബനാന ചിപ്സ്, പിന്നെ ഇതെന്ത് ആ സാധനം എന്തോ അറിയില്ല. ഇത് ഇവരുടെ സലാഡാണ് കേട്ടോ. ഇവർ പപ്പുസെറിയയുടെ കൂട്ടുന്നതൊക്കെ സലാഡാണ്, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള. Hola, ¿cómo estás? Papusería. ¿Por qué Jerusalén? ഞാൻ കുറേ നേരമായിട്ട് എന്തൊക്കെയോ ചോദിച്ചു, പക്ഷെ ഒന്നും മനസ്സിലായില്ല കേട്ടോ. ഇവിടെ ദാണ്ടെ പപ്പുസെറിയ ലൈവായിട്ട് ഉണ്ടാക്കുവാണ്. അവിടെ ചീസ് എന്തൊക്കെ ആക്കിയിട്ട്, ഈ കാണുന്നത് ചീസാണെന്ന് തോന്നുന്നു കേട്ടോ. അത് നമ്മുടെ ബീൻസ്. ഇങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. എനിക്കൊന്നും പറയുന്നത് മനസ്സിലായില്ല. ഇവർ ജൂയിഷ് ആൾക്കാരാണ് കേട്ടോ. ജൂയിഷ് ആൾക്കാരാണ്. കുശോബിയൻ ജൂയിഷ് ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. പിന്നെ ഇവിടെ കുറേ ജൂതിഷ് ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് അങ്ങനെ അധികം
അവർ പറഞ്ഞു കുറച്ചുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, ലാംഗ്വേജ് ബാരിയർ ഉള്ളതുകൊണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല, കാരണം അവർ ബിസിയാണ്, അവർ ഡിസ്റ്റർബും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മുച്ചോ ബിയൻ, ഗ്രാസിയാസ്, ബൈ, നോസ് വാമോസ്. ഇവിടെ ഞാൻ വഴിയെഴുത്ത് വന്നപ്പോൾ കുറേ ആൾക്കാർ ഇതാണ്ട് ഇവിടെയും അവരിട്ട് വിൽക്കുന്നു. നമ്മുടെ എമ്പനാദ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ കഴിക്കേണ്ട സാധനം. ഇതിന് $1. നമ്മുടെ നാട്ടിൽ ഒരു 94-95 രൂപ കൊടുക്കുമ്പോൾ 3 ഇത് കിട്ടും. നമ്മുടെ നാട്ടിൽ 30 രൂപ കൊടുക്കുമ്പോൾ 3 എണ്ണം കിട്ടും, അല്ലെങ്കിൽ 40-45 രൂപ കൊടുക്കുമ്പോൾ 3 എണ്ണം കിട്ടും. ഇവിടെ പക്ഷേ ഡബിൾ പൈസയാണ്. ഇത് നല്ല മണം കേട്ടോ, എൻ്റെ അമ്മ. ഇത് കഴിഞ്ഞ അകത്ത് വേറെ എന്തോണം കേട്ടോ വെച്ചിരിക്കുന്നത്. പുറത്ത് അകത്തെന്താ, അകത്തൊരു ഷുഗർ പോലത്തെ എന്തോ ഒരു സാധനം, മാവ്. കൊള്ളാം. നമ്മുടെ നാട്ടിൽ ശർക്കരയല്ലേ, ഇത് അങ്ങനത്തെ വേറെ ഒരു എന്തോ ഒരു സാധനം കേട്ടോ. നമ്മുടെ നാട്ടിൽ അതിൻ്റെ അത്ര കൊള്ളൂല, എന്നാലും ആ ഒരു സെയിം ടേസ്റ്റാണ് കേട്ടോ, സെയിം ടേസ്റ്റ് തന്നെ. ഞാൻ വൈകുന്നേരം വീട്ടിൽ നിന്ന് എൻ്റെ ഹൗസിൻ്റെ കൂടെ ഞാൻ മാർക്കറ്റിൽ വന്നാണ്. ഇവിടെ നമ്മുടെ ഏത്തമ്പഴം, ഇവിടെ നമ്മുടെ മരിച്ചിനി, ഇവിടെ നമ്മുടെ കുക്കുംബർ, ഈ കാണുന്നത് നമ്മുടെ സവാള, പിന്നെ ഇത് മാങ്ങയാണ് കേട്ടോ. ഇവിടെ മാങ്ങ വിൽക്കുന്നുണ്ട്. കുറച്ച് മാങ്ങ സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവർ മീൻകറിയൊന്നും ഉണ്ടാക്കില്ലല്ലോ, അതുകൊണ്ട് മീൻകറിയിൽ ഇടാനല്ല, ഇവരല്ലാതെ വേറെ അച്ചാർ പോലത്തെ സാധനമോ വേറെ പല സംഭവത്തിലൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കും കേട്ടോ മാങ്ങ. പിന്നെ ഇത് മറ്റേ റോബസ്റ്റ് പോലത്തെ ബനാനയാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഏത്തമ്പഴം. പിന്നെ ഇവിടെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ കാണാൻ സാധിക്കില്ല. ഇവിടെ വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗിക്കില്ല, തേങ്ങ ഇല്ല കേട്ടോ ഈ രാജ്യത്ത് അങ്ങനെ. നമ്മളിവിടെ വഴി കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പം ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഏരിയ ആണ് കേട്ടോ. നമ്മുടെ ഈവനിങ് സ്നാക്ക് പോലെ ഇവിടെയും നമ്മുടെ കൈപ്പോള. What is this? Canoa. This is canoa. This is Plátano frito. platano frito. സാധാരണ പഴം. But they put any sugar or something in that? Not this one, only this one. This one only platano. Only plátano. ഇത് വെറുതെ പഴം ഫ്രൈ ചെയ്തതാണ്. ഫ്രൈ ആണ് കേട്ടോ, ആവിയല്ല. ഇതാണ് this one with what? Polea, second milk. ഒരു മിൽക്ക് പുഡിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇതിൻ്റെ അകത്തും ചിലപ്പോൾ ഒരു മിൽക്ക് പുഡിംഗ് പോലത്തെ സാധനം വെക്കും, ചിലപ്പം ബീൻസ് വെക്കും. ഇവരുടെ ഒരു ഭക്ഷണ സ്ട്രീറ്റാണ് കേട്ടോ. ഇവിടെ കുറേ ഇതുപോലുള്ള ഭക്ഷണങ്ങളുടെ കടകളുണ്ട് ഈവനിങ് സമയത്ത്, അതുകൊണ്ട് ആ ഒരു ഭാഗത്തും കാണാനായിട്ട് സാധിക്കും. എല്ലായിടത്തും ഫുഡാണ് കേട്ടോ. അതൊക്കെ കണ്ടോ. ഈ കാണുന്നത് നമ്മുടെ തമാലസ് ആണ്. മെക്സിക്കോയിലും മറ്റ് ലാറ്റിൻ അമേരിക്കയിലൊക്കെ കാണാൻ സാധിക്കും. മുച്ചോ ഗ്രാസിയാസ്. ഇത് നമ്മുടെ പോയോ, പിന്നെ പോയോ എന്ന് പറഞ്ഞാൽ ചിക്കൻ, ബീൻസ്, ബീഫ്, അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റത്തിലുണ്ടാക്കിയ ഇതാണ് കേട്ടോ. ഇതല്ല കേട്ടോ ഇവിടുത്തെ സെൻറ്റർ. ആക്ച്വലി ഇവിടെ സെൻറ്ററൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ബട്ട് ഞാനൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ ഇന്ന് വീട്ടിൽ കുത്തിയിരിക്കുകയായിരുന്നു. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡാണ്. മറ്റേ കോണിൻ്റെ ഡ്രിങ്ക്, മൈസിൻ്റെ ഡ്രിങ്ക് വെച്ചിട്ടുള്ള ഇതാണ്. ഇവിടെ എല്ലാം ആക്ച്വലി ഫുഡിൻ്റെ ഷോപ്പുകളാണ്. ബട്ട് ഇന്ന് ഒന്നുമില്ല കേട്ടോ, ഇന്ന് ആളുകളും ഇല്ല, പേരും ഇല്ല, എന്താണെന്നോ. പല ആളുകളും ഐസ്ക്രീമൊക്കെ കുടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കാഴ്ചയാണ്. ഈ കാണുന്ന സ്ട്രീറ്റ് മുഴുവൻ പുപ്പൂസയാണ് കേട്ടോ. പുപ്പൂസ ഇല്ലാതെ ജീവിതമില്ല. ആ കാണുന്ന കട പുപ്പൂസയുടെ കട. ഇതാ ഈ പ്ലാസ തുറത്ത, അതും പുപ്പൂസയുടെ എന്തോ കടയാണ്. നമ്മളങ്ങനെ ഒരു കടയിൽ വന്നിട്ടുണ്ട്. ഇവിടെ അവരുണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ, ഫുള്ള് തിരക്കാ. എൻ്റെ അമ്മോ, ഇവരിതുപോലെയാണ് കേട്ടോ ഇത് തരുന്നത് മെനു. നമുക്കിതിലേത് വേണമെന്ന് ചൂസ് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് കാശ് കൂടുതലാണ് കേട്ടോ ഇവിടെ, പൊതുവേ ലോക്കലിൽ നിന്നുള്ളതിനെ കാട്ടി. എല്ലാം ഡോളറിലാണ് ഇതിലെ. എല്ലാ ടേബിളുകളിലും ഇതുപോലെ സോസും പിന്നെ ഇവരുടെ പിക്കിളും കാണും കേട്ടോ, പുപ്പൂസോടെ കഴിക്കാൻ. ഇവിടെ ഒരു ഫാസ്റ്റായിട്ട് നമ്മുടെ ഇതുണ്ടാക്കുന്ന നോക്കിക്കുക. പപ്പൂസ ബീൻസിൻ്റെതാണ് പുള്ളിക്കാരി ഉണ്ടാക്കുന്നത്. അവർ മാവ് കുഴയ്ക്കുന്നു, മാവിൻ്റെ അകത്ത് എന്താണ് വേണ്ടത് അത് ആഡ് ചെയ്യുന്നു, വീണ്ടും മാവിടുന്നു, ആക്കുന്നു. ഈ സാധനമാണ് കേട്ടോ എനിക്ക് ട്രൈ ചെയ്യണമെന്നുള്ളത്. കനോവയാണ് സാധനം. ഇത് മുറിക്കാനും പറ്റുന്നില്ലല്ലോ, മുറിക്കാനും പറ്റുന്നില്ല. യെസ്, കൊള്ളാം കേട്ടോ, കണ്ടിട്ട് നല്ല
Why not coming? Does it taste like something in Granada? We don't use this. So basically, mostly tastes like a raw banana fried one. ഞാൻ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ അകത്ത് ബീൻസ്, ഇതിൻ്റെ അകത്ത് ചീസും എന്തോ സാധനം വെച്ചിട്ടുള്ളത്. പിന്നെ ഇവരുടെ പ്രധാന ഡ്രിങ്കാണ് ചോക്ലേറ്റ് ഡ്രിങ്ക്. വെള്ളവും ചോക്ലേറ്റും മധുരമുള്ളത്. നമ്മുടെ കുമ്പളിങ്ങ നൈറ്റ്സിൻ്റെ മൂവിയുടെ ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ ആളുകൾ കേട്ടോ. ഫുള്ള് തിരക്ക് കണ്ടില്ല. ഈ ഒരു സമയം ഇപ്പോൾ ഫുള്ള് തിരക്കും ആളും പേരും. നമ്മുടെ ടൊമാറ്റോ സോസ് നമ്മുടെ ചട്ടിനിയിൽ ഒഴിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുമ്പോൾ യു ആർ ലൈക്ക് കേരള പീപ്പിൾ, യു യൂസ് ഹാൻഡ്, നോട്ട് സ്പൂൺ. ഇവർ ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. കണ്ടില്ല, ഇതിൻ്റെ അകത്ത് ചീസും ബീൻസും. You eat pupusas with your hands? പുള്ളിക്കാരൻ സ്പാനിഷിൽ റാപ്പ് ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് ഈ ടേബിളിലുള്ള ആളുകളെയൊക്കെ കുറിച്ച് പറയുവാണ്. റാപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെല്ലാം ചിരിക്കുന്നു വേണ്ടോ പുള്ളിക്കാരൻ. പുള്ളിക്കാരനെ കുറിച്ച് പാട്ട് പാടാണ് കേട്ടോ. ഇപ്പം പുള്ളിക്കാരെ കുറിച്ച് പാട്ട് പാടാം. എൻ്റെ മുടിയെ കുറിച്ച് എന്തോ പുള്ളിക്കാരൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു കേട്ടോ. ഇവിടെ ഓരോ സമയത്തും ഓരോ ആളുകൾ ഇതുപോലെ പല കാര്യങ്ങളും സെൻഡ് ചെയ്യാൻ വേണ്ടി